ആ ഒരു ഡിഗ്രി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് കൺട്രിയിൽ പോയി പഠിക്കുകയാണെങ്കിൽ ജോബ് കിട്ടാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ 1.8 മില്യൺ എഞ്ചിനീയറിംഗ് ഷോർട്ടേജാണ് വരാൻ പോകുന്നത്. IIT-ലൊക്കെ കിട്ടുന്നവർ ഒരിക്കലും UK പോയി പഠിക്കണം എന്ന് പറയുന്നില്ല. വെയിൽസ് ഗവൺമെൻറ് 100% സ്കോളർഷിപ്പ് നേഴ്സിങ്ങിന് കൊടുക്കും. പഠിക്കാനെന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് വരുന്നത് വെച്ചാൽ അത് അത്ര നമ്മൾ ഒരിക്കലും സ്ട്രഗിൾ ചെയ്യത്തില്ല. കേരളം എനിക്കൊന്ന് 5-ാമത് 6-ാമത് അങ്ങനെ വരുന്നത്. ഏറ്റവും കൂടുതൽ പിള്ളേർ പോയി പഠിക്കുന്നത് എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്ര എന്ന് തോന്നുന്നു. നമസ്കാരം. വിദേശത്തെ തൊഴിൽ സാധ്യതകൾ കുറയുന്നുണ്ടോ? സ്റ്റേ ബാക്ക് ലഭിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങി നിരവധി സംശയങ്ങൾ വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്കുണ്ടായിരിക്കും. കഴിഞ്ഞ 16 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയും നേടിയെടുത്ത് മലയാളികളുടെ വിദേശ വിദ്യാഭ്യാസ സ്വപ്നത്തിനൊപ്പം നിൽക്കുന്ന സ്ഥാപനമാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്. ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ലിമിറ്റഡിന്റെ ഡയറക്ടർ റിജുലേഷ് വട്ടപ്പറമ്പിലാണ് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം. 16 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനൊപ്പം തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ഈ മേഖലയിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ സക്സസ് സീക്രട്ട് എന്താണ്? ഇപ്പോൾ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 2008-ലാണ്. ഞാൻ 2006-ലാണ് UK-ക്ക് പോയത്. ഞാൻ പോയത് MBA പഠിക്കാനായിരുന്നു. ഞാൻ 2006-ൽ പോകുന്ന ടൈമിലൊക്കെ വളരെ കുറച്ച് പേരായിരുന്നു UK-ലോട്ടൊക്കെ പഠിക്കാൻ പോകുന്നത്. എനിക്കൊന്നത് ഞാൻ പോയ ആ ഒരു ടൈമിൽ 1-2 പേർക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. 2008-ന് ശേഷമാണ് ഈ UK ഗവൺമെൻറ് ഇത് ലിബറലാക്കിയത്. ഈ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യൽ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്ന് UK-ലോട്ട് വരുന്നു. പക്ഷേ ഒരുപാട് മിക്കവാറും പേര് വരുന്നത് പ്രൈവറ്റ് കോളേജിലോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് പുതിയ ചാൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചാൻസ് ഉള്ളത് നോക്കിയപ്പോൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പിള്ളേരെ കൊണ്ടുവരുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ എണ്ണം കമ്മിയായിരുന്നു. അപ്പോൾ UK-ൽ ഫസ്റ്റ് ഞങ്ങൾ ഓഫീസ് 2008-ൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ മലയാളികളിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്ലോബൽ സ്റ്റഡി ലിങ്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരുപാട് മലയാളികൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകളുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ്, അതേപോലെ ജോബ് റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു. പക്ഷേ പ്യൂർലി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ സ്റ്റഡി ലിങ്കാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അറിയാം, ഒരു 10-15 വർഷം മുൻപൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലം പോലെയല്ല ഇന്ന്. കുറച്ചും കൂടിയും കുട്ടികൾക്ക് ഒരു വിദേശത്തേക്ക് പോകുക എന്ന് പറയുന്നത് അത്രയും കുറച്ചു കാലം മുൻപ് വരെ നമുക്കത് പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നിയിരുന്നില്ല, അല്ലെങ്കിൽ അന്ന് ആയിരുന്നില്ല അങ്ങനെയുള്ളത്. കാരണം ആർക്കും പെട്ടെന്ന് പോകാം എന്ന് ചിന്തിക്കുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കുറേയും കൂടിയും കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ അതിൽ വലിയൊരു മാറ്റം ഈ ഒരു കാലയളവിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മാറ്റത്തെ ഇത് നേരിട്ട് കണ്ടു നിന്നിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? അതെ, ഇപ്പോൾ ശരിയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ 2000-ൻ്റെ ഒരു പുറകോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഹൈ പ്രൊഫൈലുള്ളവരെ വീട്ടിൽ നിന്നാണ് പുറത്തു പോയി പഠിച്ചിരുന്നത്. ഇപ്പോൾ 2000-ന് ശേഷം മിഡിൽ ക്ലാസ് ഫാമിലി ഇന്ന് എല്ലാവർക്കും വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് എല്ലാവരും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ അതാണ് അതിനുള്ള ഒരു മെയിൻ റീസൺ. മാസ്റ്റേഴ്സ് കോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 ഇയേഴ്സിൻ്റെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ബാംഗ്ലൂരോ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്കാൻ എനിക്ക് ഒരു 10 to 12 ലാഖോളം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ UK-ലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 15 ലക്ഷത്തോളം 15-16 ലക്ഷം രൂപയൊക്കെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ബെസ്റ്റ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് നോക്കുമ്പോൾ UK-ലെ 70 to 80% UK യൂണിവേഴ്സിറ്റീസ് ഈ QS വേൾഡ് റാങ്കിങ്ങിൻ്റെ 1500 ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ എനിക്കൊന്നൊരു 3000 യൂണിവേഴ്സിറ്റീസ് അങ്ങാണ്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് വരുന്നത് ഈ ഒരു QS വേൾഡ് റാങ്കിങ്ങിൻ്റെ ഈ ഒരു ലിസ്റ്റിനകത്ത് വരുന്നത് എനിക്ക് തോന്നുന്നത് ഏറുന്ന ഒരു 5 to 6% യൂണിവേഴ്സിറ്റീസേ ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് അഡ്മിഷൻ കിട്ടാൻ അത്ര ഈസിയല്ല. ചിലപ്പോൾ എങ്കിൽ ചിലപ്പോൾ ആകപ്പാടെ ഒരു 1000 സീറ്റ് ഉണ്ടാവും. പക്ഷേ പിള്ളേർ ഇപ്പോൾ ഒരു 1 lakh അപ്ലിക്കേഷൻ അവർക്ക് കിട്ടും. അപ്പോൾ ബാലൻസ് ഉള്ള സ്റ്റുഡൻസുകൾക്ക് അതേ നിലവാരമുള്ള യൂണിവേഴ്സിറ്റീസ് പിന്നെ അവർക്ക് പുറത്തു പോയി പഠിക്കാനാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെയിൻ റീസൺ. ഇപ്പോൾ നമുക്ക് UK, അതായത് ഇപ്പോൾ കൂടുതൽ പേർ പോകാൻ തുടങ്ങിയപ്പോൾ, ഈ വിദേശ പഠനം സ്വപ്നം തുടങ്ങിയപ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ
സെലക്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്ന് മാറിയത് UK ആണെന്ന് തോന്നുന്നു അല്ലേ? UK-യിലേക്ക് കൂടുതൽ പേർ പോകുന്നുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റുഡൻറ് പോളിസിയിലൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി, ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നു. അത് ആ മാറ്റം അതെങ്ങനെയാണ് കാണുന്നത്? അതെന്താണ് അങ്ങനെ സംഭവിക്കാൻ ഇടയാകുന്നത്? ഒപ്പം എന്താണ് ആ മാറ്റത്തെ നമ്മൾ എങ്ങനെ കാണാം? ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിള്ളേർ പോയി പഠിക്കുന്നത് കാനഡയായിരുന്നു, പിന്നെയാണ് UK വരുന്നത്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൽഹിയോ മഹാരാഷ്ട്രയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിള്ളേർ പോയി പഠിക്കുന്നത് US ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിള്ളേർ പോയി പഠിക്കുന്നത് US ആണ്, പിന്നെയാണ് UK കാനഡ എല്ലാം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ UK-യിൽ ഇപ്പോൾ ജെന്യൂനായിട്ട് പോയി പഠിക്കേണ്ടവർക്ക് ഇപ്പോൾ യാതൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസ എല്ലാം നിർത്തലാക്കി. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കാൻ കാരണം അവിടെ ഈ അക്കോമഡേഷൻ്റെ ഒക്കെ ഷോർട്ടേജ് വന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു വിസ കാറ്റഗറി മിസ്യൂസ് ചെയ്യലോടത്തി. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആ ഫാമിലി അവർ ഫുൾ ടൈം ജോലി ചെയ്യും. അപ്പോൾ ഒരു ജെന്യൂൻ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസ എല്ലാം നിർത്തിയാക്കുക. പിന്നെ അതുപോലെ തന്നെ UK-യിലുള്ള ഒരു യൂണിവേഴ്സിറ്റീസും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ജോബ് കിട്ടുന്നോ ഒരു പാർട്ട് ടൈം കിട്ടുമെന്നോ അവർ അത് അങ്ങനെയൊന്നും പറയുന്നില്ല. ശരിക്കും അത് അവിടുത്തെ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ ഒരു നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ അവരൊരിക്കലും അവിടെ ടയർ ടു അവർ കൊടുക്കാതിരിക്കുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ലാസ്റ്റ് 2020-21 പോയ ഒരുപാട് മലയാളി പിള്ളേർ ഈ ഒരു പഠിക്കാൻ പോയാൽ എനിക്കൊന്ന് ഒരുപാട് പേര് ടയർ 2 വിസയിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലിപ്പോൾ അവർ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് ആവണമെന്നില്ല. അപ്പോൾ ഒരുപാട് പേര് ഹെൽത്ത് കെയറിലോട്ടൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ചേഞ്ചസ് ജെന്യൂനായിട്ട് പഠിക്കാൻ പോകുന്നവർക്ക് ഇപ്പോഴും UK ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. വ്യക്തിപരമായി ചോദിക്കട്ടെ, UK-യിലാണ് കഴിഞ്ഞ 16 വർഷത്തിൽ മേലെ 18 വർഷത്തോളമായി തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് UK-യിലേക്ക് എത്തുന്നത്? അപ്പം അതായത് എനിക്ക് തോന്നുന്നു ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ തുടക്കവും UK-യിൽ നിന്ന് തന്നെയാണ്. എങ്ങനെ ആ ഒരു യാത്രയെ എങ്ങനെ? ഞാൻ 2006-ലാണ് ഞാൻ BCom കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂരിൽ പോയി പഠിക്കാനാണ് താല്പര്യം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദിലീപ്, പുള്ളിക്കാരൻ പറഞ്ഞു റിലേഷൻ ഞാനിങ്ങനെ UK-യിലോട്ട് പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊരു ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ അന്നെന്ന് പറയുമ്പോൾ ഒരാൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ ഒരാളെ സ്പോൺസർ ചെയ്യണം. ആ സ്പോൺസർ ചെയ്യുന്ന ഫണ്ട് മെയിൻ്റനൻസ് ഫണ്ട് അക്കൗണ്ട്സിൽ കാണിക്കുമ്പോൾ അതിനൊരു ടാക്സ് അടച്ച ഫണ്ടാവണം. ആ സോഴ്സ് ഓഫ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൽപ്പിക്കും അന്നൊരു 20 ലക്ഷം 30 ലക്ഷം രൂപ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് കാണിക്കണം. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, എൻ്റെ അമ്മാവനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി റിലേഷൻമായി നിങ്ങൾ എന്തുകൊണ്ട് എനിക്കും പോയിക്കൂടാ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടി പുറത്ത് പോകുന്നത്. പിന്നെ 2000-ന് ശേഷം UK ഗവൺമെൻറ് ഈ ഒരു ഒന്ന് ലിബറൽ ചെയ്തു. അതിന് ശേഷം ഒരുപാട് പിള്ളേർ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ വരൽ തുടങ്ങി. അപ്പോൾ ഇപ്പോഴും പല രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് 150+ കൺട്രീസിൽ നിന്ന് UK-യിൽ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിള്ളേർ വന്ന് പഠിക്കുന്നത് ചൈനയിൽ നിന്നാണ് UK-യിൽ. ഇപ്പോൾ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്സിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടല്ലേ UK-യിൽ? അതെ. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യം? അത് 2008-ലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ MBA ആണ് പഠിക്കാൻ പോയത്. അപ്പോൾ എനിക്കൊരു അന്ന് പോകുമ്പോൾ തന്നെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സെക്ടർ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഒരുപാട് ചാൻസസ് വരാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കണ്ടെത്തിയപ്പോൾ എനിക്ക് തോന്നി ജെന്യൂനായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പിള്ളേർ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കേരളത്തിലോ ഇല്ല എന്നല്ല, പക്ഷേ അത്ര ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സെക്ടർ തിരഞ്ഞെടുക്കുക. നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരാൾ എന്ന രീതിയിൽ കൂടി അത് കുറേ കൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. അതെ. ഒപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഒരുപാട് സംശയങ്ങൾ ഈ വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അവർ പോകാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടാകും. അതിൽ ഈ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏത് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ കോഴ്സുകളെ സംബന്ധിച്ചായിരിക്കും ഏതായിരിക്കും അവിടെ പോയ ബെറ്റർ എന്നുള്ളത്. ഈ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു ഡിഗ്രി കോഴ്സുകളോ ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഏതായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
UK യൂണിവേഴ്സിറ്റീസ് ഗ്യാരൻറ്റഡ് ആയിട്ട് ഒരു ജോബോ അങ്ങനെയൊന്നും കൊടുക്കില്ല. അവർ പ്യൂർലി എഡ്യൂക്കേഷനാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 4-5 വർഷമായിട്ട് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ട്, അത് നേഴ്സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഏത് കോഴ്സ് പഠിക്കാൻ വരുന്നവർക്കും ഒരുപാട് പേർക്ക് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടെ ജോബ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിനി പുറത്തോട്ട് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് കൺട്രി ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, മറ്റുള്ള കൺട്രീസ് ആയിക്കോട്ടെ, ആ രാജ്യത്ത് വരുന്ന ഷോർട്ടേജ് ഏതാണ്, ആ ഒരു റിലേറ്റഡ് ആയിട്ട് കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടാൻ ഒന്നും കൂടെ ചാൻസ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ന്യൂസ് കണ്ടു, എനിക്കൊന്ന് 1.8 മില്യൺ എൻജിനീയറിങ് ഷോർട്ടേജാണ് വരാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പറയാൻ പറ്റത്തില്ല, അവർക്ക് ലോക്കലിൽ അവിടുന്ന് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അവിടെ ആ ഒരു വേക്കൻസിക്ക് ആളെ കിട്ടില്ലെങ്കിൽ ഓഫ് കോഴ്സ് ദേ ഹാവ് ടു ഡിപ്പെൻഡ് അതർ കൺട്രി. അപ്പോൾ ഇപ്പോൾ അത് അവിടെ പഠിക്കാൻ പോകുന്നവർക്കാകാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇനി അടുത്തൊരു 10 to 15 ഇയേഴ്സിൽ വരാൻ പോകുന്ന ജോബുകൾ, അതിലിപ്പോൾ ആർട്ടിഫിഷ്യൽ AI ആവാം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആവാം, അത് നമ്മൾ അത് നോക്കുക. അങ്ങോട്ട് ആ ഒരു ഡിഗ്രി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബെസ്റ്റ് കൺട്രിയിൽ പോയി പഠിക്കുകയാണെങ്കിൽ അത് ഇനിയിപ്പോൾ ഇന്ത്യയിലാവാം അല്ലെങ്കിൽ UK ജോബ് കിട്ടാൻ വളരെ ഈസിയാണ്. ഇപ്പം നമുക്ക് ഇപ്പം തന്നെ ചർച്ചകൾ നടക്കുന്നതാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികളൊക്കെ പോകുന്നത്, വിദേശത്തേക്ക് പോയി പഠിക്കുന്നത്, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളത് ഒരു ചർച്ച ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾ ഈ ഒരു വിദേശത്തേക്ക് പോകാൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സംസ്കാരമോ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയും വ്യത്യാസമാണ്, അവിടെ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കാം ഒരു പക്ഷേ പോകുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോഴ്സിന്റെ കാര്യം പോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുന്നത് പോലും. പക്ഷേ അവിടെ എത്തുമ്പോൾ പല രീതിയിലുള്ള ചതിക്കുഴികളും ഉണ്ടാകാം, ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ഏജൻസികളും കബളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും പല വാർത്തകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ അത് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന നല്ല യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു UK ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ UK എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും എല്ലാം നല്ല റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് തന്നെ. അവിടെ ഒരു മോശപ്പെട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ UK ഗവൺമെൻറ് അതിന് ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് 150 ഇയേഴ്സ് പഴക്കമുള്ളൊരു യൂണിവേഴ്സിറ്റി എനിക്കൊന്ന് വെയിൽസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അത് അവർ ക്ലോസ് ഡൗൺ ചെയ്തു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ UK ഗവൺമെൻറ് അതിനൊരിക്കലും സമ്മതിക്കത്തില്ല. അതേപോലെ തന്നെ സ്റ്റുഡൻസുകൾ എപ്പോഴും UK അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലോട്ടോ പോകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. എന്നിട്ട് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, യൂണിവേഴ്സിറ്റി ഇപ്പോൾ എനിക്ക് പോകുന്നത് അവിടെ ഒരു 150 to 160 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്ത് പോവാം. പിന്നെ അതേപോലെ തന്നെ അവിടെ എത്തിയതിനു ശേഷം കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ അവർക്ക് യൂണിവേഴ്സിറ്റീസിന് അവരുടേതായിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 സ്റ്റുഡൻസിനെ അവർ റിക്രൂട്ട് ചെയ്തു ഇന്ത്യയിൽ നിന്ന്. ഈ 100 സ്റ്റുഡൻസിൽ 90% സ്റ്റുഡൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 80% സ്റ്റുഡൻസ് 80% അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നെങ്കിലേ അവർക്ക് അവരുടെ ഈ ലൈസൻസ് ഗവൺമെൻറ് കൊടുക്കത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവരത് റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ ഇവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ അത്രയും കഴിവുള്ളവരെ തന്നെ റിക്രൂട്ട് ചെയ്യണം. അവർ ഇപ്പോൾ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാസ്റ്റേഴ്സിനാണെങ്കിൽ 50% 55%, അതേപോലെ തന്നെ ലാംഗ്വേജ് ചിലപ്പോൾ 70% +2 ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അത് അവർക്ക് വേവ് ഓഫ് ചെയ്യാം. പിന്നെ അതിൻ്റെ പുറമെ ഒരു 100 പിള്ളേർ അപ്ലൈ ചെയ്താൽ 100 പേർക്ക് അവർ ഓഫർ കൊടുക്കണമെന്നില്ല. അതിനകത്ത് ഒരു അഡ്മിഷൻ ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനകത്ത് ഒരു 50 പേർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത പിള്ളേരെ കൊണ്ടുവന്നാലേ അവർ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി ഒരു 90% സ്റ്റുഡൻസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ മാത്രം തന്നെ അവരുടെ ലൈസൻസ് അവർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് UK ഒരു യൂണിവേഴ്സിറ്റീസും അത്ര മോശപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ അവിടെയൊക്കെ വേൾഡ് റാങ്കിങ് നിങ്ങൾക്ക് നോക്കാം. അവിടെ
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ QS വേൾഡ് റാങ്കിങ്ങിൽ 150 to 160 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ 70% UK യൂണിവേഴ്സിറ്റീസ് ഈ ഒരു ലിസ്റ്റിനകത്ത് വരുന്നുണ്ട് ഈ QS വേൾഡ് റാങ്കിൽ. പക്ഷേ ഇന്ത്യയിലും വരുന്നുണ്ട്. ഇന്ത്യയിൽ എനിക്കൊന്ന് 5 to 8%. ഇപ്പോൾ ഇവിടെ NITയിലോ IITയിലോ ഒക്കെ കിട്ടുന്നവർ ഒരിക്കലും UK പോയി പഠിക്കണം എന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ ഈ നല്ല റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിൽ ഇന്ത്യയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഇന്ത്യ ചൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ UKൻ്റെ വേറെ എന്ന് വെച്ചാൽ എനിക്കൊന്ന് മോർ ദാൻ 50,000 ഓഫ് ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട് UKയിൽ. അപ്പോൾ അതും ഒരു മെയിൻ റീസണാണ് പിള്ളേർ. ഇപ്പോൾ ഞാനോ നിങ്ങളോ ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി കിട്ടും, പക്ഷേ നമ്മൾ വിചാരിച്ച കോഴ്സ് കിട്ടണമെന്നുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കോഴ്സിനോട് നമ്മൾ എന്താണോ ഏത് കോഴ്സാണ് നമുക്ക് ഓഫർ കിട്ടിയത് ചിലപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. അത് പക്ഷേ UKയിൽ നമുക്ക് ഏത് കോഴ്സാണ് ആവശ്യം, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആവും. ഇതിനിപ്പോൾ നമുക്ക് എപ്പോഴും കേൾക്കുമ്പോൾ, അതായത് വിദേശത്തേക്ക് പോകാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന സ്ഥലങ്ങളുടെ പേരുകൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ UK, കാനഡ, ഇതൊക്കെ ആയിരിക്കും മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഞാനൊക്കെ ആയാലും ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഏതൊക്കെ വിദേശത്തേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന പേരുകൾ ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചെറിയ രാജ്യങ്ങളടക്കം തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ വിദ്യാർത്ഥികൾ. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് വിദേശത്ത് പോയി പഠിക്കാൻ കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗകര്യമുള്ളത്, അല്ലെങ്കിൽ നല്ലത്, വിദ്യാർത്ഥികൾക്ക് നല്ലത്, തിരഞ്ഞെടുക്കാൻ നല്ല രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഈ പ്രീമിയം കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, US. ഇപ്പോൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ഈ രാജ്യങ്ങളിലൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, ജർമ്മനി, ഫ്രാൻസ്, അവിടെയും നല്ല യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലക്സംബർഗ്, എനിക്കൊന്ന് 29 യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരുപാട് വെൽക്കമിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്യൂച്ചറിൽ അവർ ഒരുപാട് ഷോർട്ടേജ് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ അടക്കം ഓഫർ ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോളണ്ട് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, അവരുടെ ലാംഗ്വേജ് ഒരു B2 ലെവൽ, അതൊരു IELTS ഈക്വലൻ്റായിട്ട് 6 കിട്ടുകയാണെങ്കിൽ അവർ ഫ്രീ കോസ്റ്റിന് നമുക്ക് ഡിഗ്രി അവിടെ പോയി പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ അവിടെ തന്നെ നമുക്ക് അവിടെ പെർമനൻ്റ് റെസിഡൻസി കിട്ടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഈ രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ലക്സംബർഗ്, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക്, അങ്ങനെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. പക്ഷേ അവിടെ അഡ്മിഷൻ കിട്ടാൻ അത്ര ഈസി അല്ല. അവിടെ ഇംഗ്ലീഷ്, IELTS വേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഫീസ് കൊടുത്ത് പോയി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് IELTS മതി. പക്ഷേ അത് ഫീസ് വളരെ, ഇപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന, ഇപ്പോൾ ഒരു കോയമ്പത്തൂർ എവിടെയൊക്കെ പോയി പഠിക്കുന്ന 4 lakh 5 lakh ഒക്കെ ഡിഗ്രി വരിക. അപ്പോൾ ആ ഒരു കോസ്റ്റേ വരുന്നുള്ളൂ. പക്ഷേ അവിടെ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കൂടെ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് എൻജിനീയറിങ്ങിലും അതേപോലെ STEM പ്രോഗ്രാമിനൊക്കെ ഒരുപാട് വാക്കൻസീസ് വരാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ ഈ യൂറോപ്യൻ കൺട്രിയിൽ. ഇപ്പോൾ നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുറത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറഞ്ഞ ഒരു ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് പോകുന്നൊരു ഫീലാണ് ഇപ്പോൾ എന്ന് പറയുന്നു. ശരിക്കും അത്ര എളുപ്പത്തിൽ ഇപ്പോൾ പോകാൻ കഴിയുമോ കുട്ടികൾക്ക്? അതെ, പറ്റുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, അത്രയും സാമ്പത്തികമായിട്ട് മുന്നിലുള്ള പിള്ളേരോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ്റെ ഇങ്ങനെ ലീഡിങ് ആയിട്ടുള്ളവരാണ് പുറത്ത് പോയി പഠിച്ചത്. ഒരു 90-ൻ്റെ പുറകെ അല്ലെങ്കിൽ 2000-ൻ്റെ പുറകോട്ട് പോകുകയാണെങ്കിൽ. ഇപ്പോൾ 2008 ശേഷം ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കൺട്രി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അക്കാഡമിക്കലി ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റി 50 to 60% മാർക്കും അതേപോലെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകാം. പിന്നെ അതുപോലെ തന്നെ 1 year നമ്മൾക്ക് അവിടെ താമസിക്കാനുള്ള ലിവിങ് എക്സ്പെൻസിലെ ഫണ്ടെല്ലാം നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഇപ്പം നമുക്ക് പാർട്ട് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ട് വെച്ച് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് അഡ്മിഷൻ കിട്ടാനെല്ലാം. മറ്റൊന്ന്, നമ്മൾ പൊതുവെ ഒരു ധാരണയുണ്ട് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ വിദേശത്ത് പോയി പഠിക്കുന്നത്. അത് ശരിക്കും അത് സത്യമാണോ? അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊന്ന് കേരളം 5ാമത് 6ാമത് അങ്ങനെ വരുന്നത്. ഏറ്റവും കൂടുതൽ പിള്ളേർ പോയി പഠിക്കുന്നത് എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്ര എന്ന് തോന്നുന്നു. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പിന്നെ ഗുജറാത്ത്, പഞ്ചാബ്, ഈ ഒരു സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പിന്നെ അതിന് ശേഷമാണ് കേരളത്തിൽ നിന്ന്
ഉള്ളത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്നത് US-ലാണ്. പക്ഷേ കേരളത്തിൽ അത് കാനഡ UK എന്നുള്ളൂ. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിള്ളേർ പോയി പഠിക്കുന്നത് US-ലാണ്. അപ്പോൾ അത് മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ആൻഡ് ഹൈദരാബാദ്, തെലങ്കാന, ഇവിടുന്നൊക്കെ ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയി പഠിക്കുന്നത് US-ലാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതിനൊപ്പം തന്നെ ഈ കോഴ്സുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ഇപ്പോൾ നഴ്സിംഗ് ഒക്കെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പേർ പുറത്ത് പോകുന്നത് കണ്ടിട്ടുള്ള തുടക്കത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നഴ്സിംഗിനൊപ്പം തന്നെ മറ്റ് ഏതൊക്കെ കോഴ്സുകളാണ് സാധാരണ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഈ പുറത്ത് പോകുന്നത്, ഇപ്പോൾ UK അടക്കമുള്ള? ഇല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എല്ലാ കാറ്റഗറിയിലും ഉള്ള പിള്ളേർ പോകുന്നു. ഇപ്പോൾ STEM പ്രോഗ്രാമിന്, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ, പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ്. ഇപ്പോൾ ഈ QTS അപ്രൂവ്ഡ് ആയ കുറേ ടീച്ചിങ് പ്രോഗ്രാമുണ്ട് UK-യിൽ. അതിനൊക്കെ ഒരുപാട് ജോബ് ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ചില യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഈ അടുത്ത് വെയിൽസ് ഗവൺമെൻറ് 100% സ്കോളർഷിപ്പ് നേഴ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനുള്ളൊരു മെയിൻ റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും നേഴ്സിംഗ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോൾ വിദേശത്ത് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തോ കറണ്ട് ജോബ് ഷോർട്ടേജ് ഏതാണോ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട്. ഒരിക്കലും കിട്ടുന്നത് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല, ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 4-5 വർഷമായിട്ട് ഒരുപാട് പിള്ളേർ നമ്മളെ കേരളത്തിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് 1, 2, 3, 4 ബാച്ച് എല്ലാം കഴിഞ്ഞു. അവരൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ഈ NHS ഗവൺമെൻറ് ജോബ് തന്നെ അവർക്കൊക്കെ ജോബ് കിട്ടി. അപ്പോൾ നമ്മളെപ്പോഴും ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നത് ആ കൺട്രിയിൽ അടുത്തൊരു 15 വർഷം വരാനുള്ള ജോബ് സാധ്യതകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് UK-ൽ 2035 ആകുമ്പോഴേക്കും അവർക്ക് ഞാൻ കേട്ടത് അഡീഷണൽ ആയിട്ട് മോർ ദാൻ 10 മില്യൺ ഗ്രാജുവേറ്റ് ലെവൽ ജോബ് അവിടെ വേക്കൻസി വരുന്നുണ്ട്. അത് STEM-ൽ, അതേപോലെ ടീച്ചിങ്, ഹെൽത്ത് കെയറിൽ, പിന്നെ ഇങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഓഫ്കോഴ്സ് അവർ അവിടെ UK-യിൽ നിന്ന് ആ ഒരു ഗ്രാജുവേറ്റിനെ കണ്ടെത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇൻ്റർനാഷണലി അവർക്ക് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടൈമിൽ അവിടെ ആ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നവർക്കാവും ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഇപ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന അവിടെ ഒരു ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ എൻജിനീയറിങ്ങിലാണ്. അപ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവിടെ നിന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ വീണ്ടും ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരത്തെ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സ്കോളർഷിപ്പുകൾ, അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ എളുപ്പമാണ് കാര്യങ്ങൾ കുറേയും കൂടിയും മുന്നത്തേക്കാൾ കുട്ടികൾക്ക് പോകാൻ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങളുണ്ടാവും. ചില കുട്ടികൾക്ക് പോകുന്ന കാര്യങ്ങളിൽ ഇത് വളരെയധികം സഹായകരമാവും. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അറിയാൻ കഴിയുക? ഈ സ്കോളർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കൺസൾട്ടൻസികൾ വഴി അല്ലെങ്കിൽ മറ്റേതൊക്കെ മാർഗ്ഗങ്ങളാണ് ഇതിലൊക്കെ സ്വീകരിക്കേണ്ടത് കുട്ടികൾ? ഇപ്പോൾ സ്കോളർഷിപ്പ് എല്ലാ രാജ്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ചില യൂറോപ്യൻ കൺട്രീസ് 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കുറച്ച് എൻട്രി ക്രൈറ്റീരിയ മീറ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനി ആണെന്നുണ്ടെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ ഒരു B2 ലെവല്, ഇപ്പോൾ IELTS നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലെവൽ 6, IELTS 6 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് B2 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% സ്കോളർഷിപ്പ് കിട്ടും. പക്ഷേ ഡിഗ്രി പഠിക്കുന്നത് അവരുടെ ലാംഗ്വേജിലാവും. അത് യൂറോപ്യൻ കൺട്രി, ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, അതേപോലെ ഡെൻമാർക്ക്, നോർവേ, ഇങ്ങനെ ഒരുപാട് കൺട്രീസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പിള്ളേർ അങ്ങോട്ട് പോകുന്നത്. പ്ലസ് IELTS വേണം. അതുപോലെ തന്നെ ഇപ്പോൾ UK-യിൽ ചില പ്രോഗ്രാമുകൾക്കൊക്കെ 100% സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചിങ്, അതേപോലെ നേഴ്സിംഗ് എല്ലാം ഉണ്ടായിരുന്നു. 100% സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ അവരുടെ സ്റ്റുഡൻസുകൾക്ക് ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി വന്ന് പഠിക്കാൻ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ചൈന ആയിക്കോട്ടെ, ചില മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയിക്കോട്ടെ, അവരുടെ യൂത്തിനെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ വേണ്ടി, ഇപ്പോൾ ചൈനയുടെ ഒരു 20 വർഷമായിട്ട് അവർ UK യൂണിവേഴ്സിറ്റി, അതായത് US ആയിക്കോട്ടെ, ഏറ്റവും റാങ്കിങ് കൂടിയ യൂണിവേഴ്സിറ്റി വന്ന് പഠിക്കുക. അവർ 100% സ്കോളർഷിപ്പ് അവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഓഫ്കോഴ്സ് ഒരു ഡെവലപ്പിംഗ് കൺട്രി എപ്പോഴും ഡെവലപ്ഡ് ആയ കൺട്രീസ് പോയി പഠിച്ചിട്ട് അവരുടെ കൺട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് ഒരുപാട് പിള്ളേർ പോയി പഠിക്കുന്നുണ്ട്, നമുക്ക് ഇല്ലാതെ പറയാം. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾ, അക്കാഡമിക്കലി നല്ല
മാർക്കുള്ളവർ, ഇപ്പോൾ ഒരു 95 or 98% മാർക്കുള്ളവർ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു ലോൺ, ഒരു ഫ്രീ ഇൻട്രസ്റ്റിൽ ലോൺ കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കമ്മിയാക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ 100% സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരും. അത് പിന്നെ അവർ തിരിച്ചു വന്നാലും അതിനെ നമ്മുടെ കൺട്രിയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അതൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും കഴിയും. ഈ കുട്ടികൾ ഇപ്പോൾ നേരത്തേനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു പക്ഷേ +2 ഒക്കെ ആവുന്നതിന് മുൻപ് തന്നെ അവർക്കൊരു പ്ലാനിങ് ഉണ്ടാവും. എനിക്ക് എന്തായാലും വിദേശത്ത് പോയി പഠിക്കാം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും നേരത്തെ തന്നെ. എൻ്റെ മക്കളെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണം എന്നുള്ളതായിരിക്കും പലരുടെയും ഇപ്പോൾ കൂടുതൽ പേരും. അതിനൊരു എക്സ്പോഷർ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പോയ ആളുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ ഒരു ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ആയുള്ള രീതിയിലൊക്കെ കൊടുക്കുന്ന ഒരു എക്സ്പോഷറൊക്കെ ഉണ്ടാവില്ല സ്ഥലത്തിൻ്റെ. ഇപ്പോൾ UK കാനഡയിലും അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെയും കൊടുക്കുന്ന ഒരു എക്സ്പോഷറൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ചെന്ന് അവരുടെ പലരും പോയ ശേഷം ചില ആളുകളിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ അത്ര എളുപ്പമല്ല, കുറച്ച് കാലത്തേക്കെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ശരിക്കും ആ സ്ട്രഗ്ലിംഗ് പീരീഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പറയുന്ന സ്ട്രഗിൾ ഉണ്ടോ? അതിനുശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് ഈ നമ്മളിൽ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഇവിടുത്തെ പോലെയല്ല, നല്ല എന്താ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജീവിതമാണ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മളെല്ലാവരും കാണുന്നത്. ശരിക്കും അങ്ങനെയാണോ? കുട്ടികൾ എന്താണ് അതും കൂടി മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു പഠിക്കാനെന്നുള്ള ഒരു ഉദ്ദേശത്തോടാണ് വരുന്നത് വെച്ചാൽ അത് അത്ര നമ്മൾ ഒരിക്കലും സ്ട്രഗിൾ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ആ രാജ്യത്തോട്ട് വന്നിട്ട് നമ്മളൊരു ജോബ്, ഒരു മൈഗ്രേഷൻ മൈൻഡിലാണ് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ UK പോകുമ്പോൾ നമുക്ക് പാർട്ട് ടൈം 20 hours ജോബ് ചെയ്യാം. അപ്പോൾ 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടും. അപ്പോൾ നമുക്ക് ലിവിങ് എക്സ്പെൻസിൻ്റെ ഫണ്ട് നമുക്ക് അവിടെ തന്നെ കണ്ടെത്താൻ പറ്റും. പിന്നെ ചിലവർ പറയാറുണ്ട് ഈ അവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കഴിഞ്ഞിട്ട് ഫീസ് അടക്കാനൊക്കെ കഴിയും. അതൊന്നും ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ ഫീസ് നമ്മൾ ഫുൾ പ്ലാനോട് കൂടി വരും. പിന്നെ അതേപോലെ തന്നെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 years നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ജോബ് കണ്ടെത്താൻ പറ്റുമോ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജോബ് എന്താണോ നമ്മുടെ ജോബ്, നമ്മൾ കിട്ടുന്ന ജോബ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 50 to 60%, ചിലർ 100% വരെ തിരിച്ചെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഉദാഹരണം 10-15 ലക്ഷം രൂപയൊക്കെ ഫീസ് അടച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 700 pound സേവ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു 2 years കൊണ്ട് നമുക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഒരു 50 to 60-70% നമുക്ക് നമ്മുടെ ഫണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പല രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു സാധ്യതകൾ തേടും, എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് ആദ്യ ഘട്ടത്തിൽ. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ കൺസൾട്ടൻസികളെ സമീപിക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് കൺസൾട്ടൻസിയിലേക്ക് പോകും. പക്ഷേ ഈ കൺസൾട്ടൻസിയുടെ ശരിക്കും അതിൻ്റെ ആവശ്യകത എത്രത്തോളമുണ്ട്, അതെന്താണ് ശരിക്കും? അപ്പോൾ ഈ ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും അവർക്ക് കൺസൾട്ടൻസി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, UK 6-6.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരു വർഷം വന്ന് പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് 1.5 ലക്ഷം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ചൈനയിൽ നിന്ന് ചിലപ്പോൾ നിയർലി 2 ലക്ഷത്തോളം പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 5000-6000 പിള്ളേർ വന്ന് പഠിക്കും. ഈ 5000-6000 പിള്ളേർ വന്ന് ഇവർ അവിടെ വന്ന് പഠിക്കുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരു 50,000-60,000 അപ്ലിക്കേഷൻ കിട്ടുന്നുണ്ടാവും. ഈ 60,000 അവർ ഇൻ്റർവ്യൂ എല്ലാം ചിലപ്പോൾ അതിനകത്തൊരു 30,000-20,000 പേര് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആവും. ഈ 20,000 പേര് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് അവർ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് അത്രയും ക്വാളിഫൈഡ് ആയവരെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് അവർക്ക് അവരുടെ മാൻ പവർ വെച്ച് ഒരിക്കലും കഴിയത്തില്ല. അപ്പോൾ അതിന് കൺസൾട്ടൻസിൻ്റെ ഈ ഒരു സേവനം യൂണിവേഴ്സിറ്റിക്കും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൺസൾട്ടൻസികളെ അപ്പോയിൻറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ ഒരു 20-25 ഏജൻസികളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ ആ ഏജൻസികളാവും, പിന്നെ ഞങ്ങളാവും ഈ സ്റ്റുഡൻസുകളെ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യണം, ഏത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം, അതിനൊക്കെ ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവർക്ക് കൺസൾട്ടൻസി ഇല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസിന് ഒരിക്കലും പിടിച്ച് കഴിയില്ല. അല്ലാതെ അവരുടെ മാൻ പവറിൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ കൂടെ അവർക്ക് അത്രയും എംപ്ലോയീനെ അവിടെ ഹയർ ചെയ്യേണ്ടി വരും. എന്നാലും ചിലപ്പോൾ അവർക്ക് കഴിയത്തില്ല. ഈ 2021 ശേഷം ഇന്ത്യ ഗവൺമെൻറ് UK യൂണിവേഴ്സിറ്റീസൊക്കെ റെക്കഗ്നൈസ് ചെയ്തു. അതിൻ്റെ മുൻപേ UK പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെ ജോബുകൾക്കായിരുന്നു ചാൻസസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പബ്ലിക് ജോബുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പഠിച്ചവരൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. പക്ഷേ 2021 ശേഷം അത് മാറ്റി. അപ്പോൾ ഇനി ഒരു 5 വർഷം കഴിയുമ്പോഴുള്ള അതിൻ്റെ ഒരു ചേഞ്ചസ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ
റിപ്പോർട്ടറിൽ ഒരു വേക്കൻസി വരികയാണ് മാർക്കറ്റിംഗ് മാനേജറായിട്ട്. അപ്പോൾ 2020 മുൻപാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ ഈ ഒരു ഇത് റെക്കഗ്നൈസ്ഡ് അല്ല, പക്ഷേ പ്രൈവറ്റ് ജോബിന് പറ്റും, പബ്ലിക് ജോബിന് ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ പബ്ലിക് ജോബിനടക്കം ഈ ഡിഗ്രി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യയിൽ ജോബുകൾ, ഇന്ത്യയിൽ പബ്ലിക് ജോബിന് റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ഒരു പബ്ലിക് സെക്ടറിൽ ഒരു ജോബ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വിദേശ ഡിഗ്രിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ നടത്തി. അപ്പോൾ അതിനകത്തൊരു വലിയൊരു കോമ്പറ്റീഷൻ വരാൻ പോകണം. അപ്പോൾ വിദേശത്തേക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സെറ്റിൽ ആവുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ പിന്നെ അങ്ങോട്ട് നാട്ടിലേക്ക് വരിക എന്നുള്ളതല്ല, ആ ഒരു പ്ലാൻ പിന്നെ ഫുൾ ടൈം അവർ അവിടെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ലൈഫിലേക്ക് മാറി കഴിയുക എന്നുള്ളതാണ് അതിന് ഒരു തടസ്സമാകുന്നത്. അല്ലെങ്കിൽ അവർ തിരിച്ചു വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ടോ ശരിക്കും ഈ കോഴ്സ് കഴിഞ്ഞെത്തുന്നവർക്ക്? അങ്ങനെ എന്തെങ്കിലും ശരിക്കും പ്രശ്നമുണ്ടോ ആ രീതിയിൽ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2021 മുൻപ് UK നിന്ന് ഏതൊരു ഡിഗ്രി കഴിഞ്ഞാലും ഇവിടെ പ്രൈവറ്റ് ജോബുകൾ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. അത് പ്രൈവറ്റ് ജോബുകൾക്കായിരുന്നു. ഇപ്പോൾ 1 ഇയർ മാസ്റ്റേഴ്സ് ആൻഡ് 2 ഇയർ മാസ്റ്റേഴ്സ് അതൊക്കെ റെക്കഗ്നൈസ്ഡ് ആണ്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ മാത്രം ഒരു പബ്ലിക് ജോബും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ 2021 ശേഷം ഇന്ത്യ ഗവൺമെൻറ് UK ഗവൺമെൻറ്റും രണ്ട് രാജ്യത്തുള്ള ക്വാളിഫിക്കേഷൻ പരസ്പരം അത് ആക്സെപ്റ്റ് ചെയ്യൽ നടത്തി, അത് റെക്കഗ്നൈസ് ചെയ്യൽ നടത്തി. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ UK പോയിട്ട് പഠിച്ച് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാലും നമുക്കൊരു പബ്ലിക് ജോബിനൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനത്തെ അത് ഇനിയിപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് മനസ്സിലാവത്തുള്ളൂ. അത് ഇപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്ക് ആയിരിക്കും കൂടുതൽ ജോബ് കിട്ടാൻ ചാൻസ്. അപ്പോൾ അത് നമ്മൾ ഒരു വിദേശ ഡിഗ്രി ആയിട്ടും കൂടെയാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വിദേശത്ത് നല്ല യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും വേണമെന്ന് പറയുന്നില്ല, ഒരു മേ ബി 98% മാർക്കുള്ളവർക്കോ, അതേപോലെ തന്നെ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാത്തവർക്ക്, അക്കാഡമിക്കലി നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, അതേപോലെ തന്നെ UK എല്ലാ യൂണിവേഴ്സിറ്റിയും പറയുന്നില്ല, ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ എൻ്റെ പേഴ്സണൽ ഗവൺമെൻറ് ഒരുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഫ്രീ സ്കോളർഷിപ്പ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ലോണ്. അപ്പോൾ അപ്പോൾ ഈ ഒരു 2021 ശേഷം ഇത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് UK മലയാളീസ് എല്ലാവരും ഈ വർക്ക് വിസയിലൊന്നും വന്നവരല്ല. അപ്പോൾ അവിടെ വന്നിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടാണ് അവിടെ ഒരുപാട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സോളിസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഈ മേയർമാർ MP സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് അവിടെ മൈഗ്രേറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ ഒരിക്കലും അവസരം ഇനി ഇല്ലയെന്നും പറയാൻ പറ്റത്തില്ല. വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കണ്ട് നടക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അതായത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് എന്ന് മുന്നിൽ നിൽക്കുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ നന്ദി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. താങ്ക് യു.